സുധാകരൻ അത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ സുധാകരന് കഴിയില്ല. കെ സുധാകരനെ അറിയാവുന്ന, കേരളത്തിൻ്റെ മണ്ണും മനസ്സും പറഞ്ഞു തഴമ്പിച്ച ആ സത്യം ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു. അതായത് ഇ.പി. ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിൽ കെ സുധാകരൻ MP കുറ്റവിമുക്തനായിരിക്കുകയാണ്. കെട്ടിച്ചമച്ചതാണെന്നും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന കെ സുധാകരൻ്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. അതോടെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. എന്നാൽ സുധാകരനെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിർത്തി. പക്ഷെ തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. എന്നാൽ സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ. വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരു തെളിവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഹൈക്കോടതി അത് തള്ളിയിരിക്കുന്നത്. അതായത് 1995 ഏപ്രിൽ 12-ന് ചണ്ഡീഗഡിൽ നിന്ന് തീവണ്ടി മാർഗം CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ഇ.പി. ജയരാജൻ ആക്രമണത്തിനിരയായത്. എന്നാൽ ഇത് സുധാകരൻ്റെ അറിവോടെയാണ് നടന്നതെന്നുള്ള ജയരാജൻ്റെ വാദത്തിൽ കേസിൽ ഗൂഢാലോചന കുറ്റമാണ് കെ സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത്രയും കാലം തൊണ്ടയിൽ ഉണ്ടയുണ്ടെന്ന് പറഞ്ഞ് തന്നെയാണ് ഇ.പി. ജയരാജൻ ജീവിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് പച്ചക്കള്ളമാണെന്നും അങ്ങനെയുണ്ടെങ്കിൽ തെളിയിക്കണമെന്നും സുധാകരൻ വെല്ലുവിളിച്ചു. മെഡിക്കൽ സംഘത്തെ കാണണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. പക്ഷേ ജയരാജൻ തയ്യാറായില്ല. ജയരാജൻ ഉണ്ടയുണ്ടെന്ന് തെളിയിച്ചാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്നുവരെ കെ സുധാകരൻ വെല്ലുവിളിച്ചു. പക്ഷേ ജയരാജൻ പുറംതിരിഞ്ഞു നിന്നു. ഇപ്പോൾ അവസാനം ജയരാജൻ്റെ തൊണ്ടയിലെ ഉണ്ട പോലെ തന്നെ തെളിവില്ലാതെ സുധാകരൻ്റെയും നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്.